സ്വദേശി വിദേശി ഇനങ്ങളിലായി മുറ്റം നിറയെ പൂക്കളുടെ വസന്തം തീർത്തു സംസ്ഥാന സർക്കാരിന്റെ ഉദ്യാനശ്രേഷ്ഠ അവാർഡ് നേടി സംസ്ഥാനത്തെ മികച്ച പുഷ്പകർഷകയായി തിരഞ്ഞെടുത്ത ആവണീശ്വരം ദാറുൽ ഹിദായയിൽ ഹസീനയുടെ വീടിന്റെ പടി കടന്നാൽ കാണുന്നത് ഒരു മായിക ലോകമാണ്. ഹിന്ദറോപ്പ്, പുബിക്കാലിക്സ്, കാർണോസ, സബ്കാൽവിയ, ക്രിങ്കിൾ, വായോള, ബൗട്ടുറുത്തി, മെലിഖുവ തുടങ്ങി നൂറുകണക്കിന് ഇനങ്ങളിലുള്ള പൂക്കളുണ്ടിവിടെ. ചെറുപ്പം മുതലേ പൂക്കളോട് ഇഷ്ടമാണെങ്കിലും പഠന വിഷയമായിരുന്ന അധ്യാപനം വേണ്ടെന്ന് വെച്ച് 7 വർഷം മുൻപ് പുഷ്പകൃഷിയിലേക്ക് ഇറങ്ങി. പ്രവർത്തിക്കുന്ന മേഖലയിൽ അറിയപ്പെടുക എന്ന ലക്ഷ്യം മനസ്സിൽ സൂക്ഷിച്ചായിരുന്നു ഓരോ ചുവടും. ഞാൻ ഹസീന ജബ്ബാർ, കുന്നിക്കോട്, കൊല്ലം ജില്ലയിൽ കുന്നിക്കോട് ആവണീശ്വരത്താണ് താമസം. ശരിക്കും 7 വർഷത്തെ കഠിന പരിശ്രമത്തിൻ്റെ ഫലമായി അറേഞ്ച് ചെയ്തെടുത്തിട്ടുള്ളൊരു ഗാർഡനാണ്. ശരിക്കും എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഇതുപോലൊരു സ്റ്റേറ്റ് അവാർഡ്. ശരിക്കും എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ മുൻനിർത്തിയായിരുന്നു ഞാൻ ഓരോ ചെടികളും വെക്കുന്നത്. അതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എനിക്ക് സ്റ്റേറ്റ് അവാർഡ് നേടുക എന്നത് എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. അങ്ങനെ അതിനുവേണ്ടി പരിശ്രമിച്ചു. ഓരോ ചെടികൾ വയ്ക്കുമ്പോഴും ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അതിലാദ്യം സ്റ്റേറ്റ് അവാർഡ്, പിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന മേഖലയിലൂടെ അറിയപ്പെടണം. അത് നമ്മുടെ നാടിനും നമ്മുടെ ജില്ലയ്ക്കും നമ്മുടെ സ്റ്റേറ്റിനുമൊക്കെ അഭിമാനമായി മാറണമെന്നത് ഒരു വലിയ ലക്ഷ്യമായിരുന്നു. ഒരുപാട് സന്തോഷം ഈ ഒരു അവാർഡിന് അർഹതയായതിലും നമ്മുടെ നാടിനും നമ്മുടെ കൃഷിഭവനും ഒക്കെ അഭിമാനമായി മാറിയതിൽ ഒരുപാട് സന്തോഷം. ചാനൽ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്, ഹിദായാസ് ഹോം ഗാർഡൻ എന്ന് തന്നെയാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. അതിലൂടെ നമ്മുടെ ചെടികളുടെ വിശേഷങ്ങൾ ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങളാണ്, സോഷ്യൽ മീഡിയയാണ് ശരിക്കും എന്നെ വളർത്തി ഇവിടം വരെ എത്തിച്ചത്. ഇനിയും തീർത്തും നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സ്വന്തമായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതോടെ ഹസീനയുടെ വീട്ടിൽ ചെടികൾ വാങ്ങാൻ തിരക്കുമായി. ഇത് ക്രിങ് പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഒരു ലീഫിന് നല്ലൊരു ബ്യൂട്ടിഫുള്ളാണ്. അതോടൊപ്പം തന്നെ ചെറിയ നക്ഷത്രങ്ങൾ പോലുള്ള ഫ്ലവറുകളിടും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേക ഷേപ്പിൽ, നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് നമുക്ക് ഷേപ്പ് ചെയ്ത് നിർത്താൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പിടിച്ച് കെട്ടിയിരിക്കുക. അപ്പം നമുക്കിത് മറ്റൊരു പ്ലാന്റ് ജസ്റ്റ് കാണുവാണെങ്കിൽ ഇത് അതിൻ്റെ ഒരു ഹാർട്ട് ഷേപ്പ് ആക്കിയ ഒരു പ്ലാന്റാണ്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിൽ കൊണ്ടുവരാം. പിന്നെ നല്ലൊരു ഗ്രീനറി, ഗാർഡനിലൊരു ഗ്രീനറി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണിത്. ഇത് ഹോയയുടെ മറ്റൊരു വെറൈറ്റിയാണ്. ഹോയ ക്രിങ്കിൾ എന്ന് പറയും. ശരിക്കും ഇതിൻ്റെ പൂക്കൾ വളരെ മനോഹരമാണ്. ഇതൊരു പ്ലാസ്റ്റിക് ഫ്ലവർ പോലെ നിൽക്കും. അതോടൊപ്പം തന്നെ ഇതിന് ഒരു ഈവനിങ് ആകുമ്പോഴത്തേന് നല്ല ഫ്രാഗ്രൻസ് ആണ് പൂക്കൾ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പൂക്കൾ കൊഴിഞ്ഞു പോയതിന് ശേഷം ഇതിൻ്റെ സെയിം ഈ നോഡിൽ നിന്ന് തന്നെ വീണ്ടും പൂക്കൾ വന്നുകൊണ്ടിരിക്കും. ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ വന്ന് ചെടികൾ വാങ്ങുന്നു. ഇന്ത്യയിലും വിദേശത്തുമായി കണ്ടുവരുന്ന അപൂർവം ചെടികൾ വരെ ഹസീനയുടെ വീട്ടുമുറ്റത്തുണ്ട്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഉദ്യാനശ്രേഷ്ഠ അവാർഡിലൂടെ സംസ്ഥാനത്തെ മികച്ച പുഷ്പകർഷകയായി മാറി നാടിന്റെ അഭിമാനം ആയിരിക്കുകയാണ് ഹസീന. ന്യൂസ് ബ്യൂറോ, കുന്നിക്കോട്.